ഹൈലൈറ്റ് മാൾ കഴിഞ്ഞ് ഞങ്ങൾ നേരെ വന്നത് SM സ്ട്രീറ്റാണ്. SM സ്ട്രീറ്റിലേക്ക് എങ്ങനെ വരുന്നതെന്ന് ഞങ്ങൾക്ക് അറിയില്ല. ഒരുപാട് വട്ടം വന്നിട്ടുണ്ടെങ്കിലും ഒറ്റയ്ക്ക് വരുമ്പോൾ ഒരു തപ്പിപ്പെടുത്തും. അങ്ങനെ വണ്ടിക്കാരോട് ചോദിച്ചാൽ അവരവിടെ കൊണ്ടുവന്ന് ഇറക്കി തന്നിട്ടോ. SM സ്ട്രീറ്റിന് അധികം വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയില്ല കേട്ടോ. കുറച്ച് ഷോപ്പിൽ കയറി വീഡിയോസ് എടുക്കാൻ പറ്റുള്ളൂ. പിന്നെ ചറ പറ ഷോപ്പിംഗ് ആയിരുന്നു. അവിടെ കയറി ഇവിടെ കയറി ഇവിടുന്ന് ഇറങ്ങി അപ്പുറത്ത് കയറും. കാരണം ഒരുപാടുണ്ടല്ലോ അവിടെ കയറാൻ. അവിടെ നിന്നൊന്നും എടുക്കാൻ പറ്റില്ല. പിന്നെ ഫോൺ യൂസ് ചെയ്യുന്നത് അത്ര അങ്ങോട്ട് സേഫ് എല്ലാം തോന്നിയോണ്ട് പിന്നെ അത്രയും തിരക്കും നല്ല ക്രൗഡായിരുന്നു. അതുകൊണ്ട് അങ്ങനെ വീഡിയോസ് എടുത്തില്ല. പിന്നെ അവിടുന്ന് നേരിട്ടിട്ട് ഞങ്ങൾ കുറച്ചും കൂടി ട്രെയിൻ വരാൻ കുറച്ചും കൂടി ടൈമുള്ള കാരണം ഞങ്ങൾ കോഴിക്കോട് ബീച്ച് ഞങ്ങളുടെ പ്ലാനിങ്ങിൽ ഉണ്ടായിരുന്നു. പക്ഷേ ടൈമില്ലെങ്കിൽ ഞങ്ങൾ പോകണ്ടെന്ന് വെച്ച് നിന്നതാണ്. പിന്നെ കുറച്ച് ടൈം ഉള്ളത് കൊണ്ട് പിന്നെ അതുവരെ റെയിൽവേ സ്റ്റേഷനിൽ പോയി പോസ്റ്റായി നിൽക്കണ്ടല്ലോ വിചാരിച്ചിട്ട് SM സ്ട്രീറ്റിൽ എന്താണ് ബീച്ചിലും കൂടിയും പോയി. കോഴിക്കോട് വന്ന് ബീച്ചിൽ വന്നിട്ടില്ലെങ്കിൽ എന്ത് കോഴിക്കോട് വന്നതില്ലേ, ബീച്ചല്ല അവിടെ മെയിൻ. അങ്ങനെ അവിടെ വന്നപ്പോൾ നല്ല വെയിലുള്ള ടൈമായിട്ട് വൈകുന്നേരമായിട്ടും വെയിലൊന്നും കുറവുണ്ടായിരുന്നു. കുറച്ച് നേരം അവിടെയൊക്കെ നിന്ന് ഉപ്പിലിട്ടതൊക്കെ വാങ്ങിച്ച് പിന്നെ അധികം അവിടെ നിന്ന് കഴിക്കാനുള്ള ഒരു ഇതില്ല ഞങ്ങൾക്ക്. അത്ര ഒരു ഇതായിട്ട് കഴിക്കാനും മനസ്സ് സമ്മതിക്കണില്ല. അങ്ങനെ കുറച്ച് ദാഹിച്ചതായപ്പോൾ കുറച്ച് വെള്ളം കുടിച്ചു. അതിൻ്റെ ഇടയ്ക്ക് കൈ നോക്കുന്നവരുണ്ടല്ലോ, അവർ ഞങ്ങളെ പിടിച്ച് വലിച്ച് കൈ നോക്കാമെന്ന് വിചാരിച്ചിട്ട് കൈ നോക്കാൻ നിർത്തിയിട്ടു. അപ്പോൾ ഞങ്ങൾക്ക് എന്താണ് വിശ്വാസമില്ല, അങ്ങനെ വിശ്വസിക്കാൻ പാടില്ല. പിന്നെ അവർ പറയണ കേട്ടപ്പോൾ വെറുതെ ഒന്ന് കുറച്ച് നേരം അവിടെ നിന്നിട്ടോ. പിന്നെ അവരെ പ്രവചനം കേൾക്കുമ്പോൾ നമുക്ക് ചിരിയും വരും. കുറേയൊക്കെ ഉള്ളതാണെന്ന് നമ്മൾ വിശ്വസിക്കും, പക്ഷെ നമുക്ക് വിശ്വസിക്കാൻ പാടില്ല. ഞങ്ങൾ വെറുതെ ഒരു ടൈം പാസിന് വേണ്ടി നോക്കിയതാണ് കേട്ടോ. പിന്നെ അതൊക്കെ കഴിഞ്ഞ് തിരിച്ചു പോയി കുറേ നേരം റെയിൽവേ സ്റ്റേഷനിൽ പോസ്റ്റ് ആയിട്ട് എന്നിട്ടാണ് കേട്ടോ ട്രെയിൻ വന്നത്. പിന്നെ ഞങ്ങൾ തിരിച്ചു പോകുമ്പോൾ ഞങ്ങൾ ലേഡീസ് കമ്പാർട്ട്മെൻറ്റ് നോക്കി കയറി. ഞങ്ങൾ ഇങ്ങോട്ട് വരുമ്പോൾ നമുക്കൊരു ബാഡ് എക്സ്പീരിയൻസ് ഉണ്ടായതുകൊണ്ട് ഞങ്ങൾ ലേഡീസ് കമ്പാർട്ട്മെൻറ്റ് തന്നെ നോക്കി കയറിയതാണ് കേട്ടോ. അപ്പോൾ അത്രയൊക്കെയുള്ളൂ. നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ ഓക്കെ, നെക്സ്റ്റ് വീഡിയോ കാണാം. ബൈ.